നമസ്കാരം. കേരളം നാളെയിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. CES നടത്തിയ അഭിപ്രായ സർവേയുടെ ഫലങ്ങളാണ് ഇന്നലെ മുതൽ ഞങ്ങൾ പുറത്തുവിടുന്നത്. രണ്ട് ഭാഗങ്ങളിലായി കേരളത്തെ മൂന്നായി തിരിച്ച് പ്രസക്തമായ സൂചകങ്ങളുടെ പശ്ചാത്തലത്തിലാണ് സർവേ ഞങ്ങൾ അപഗ്രഥിക്കുന്നത്. 60 സീറ്റുകളുള്ള മലബാർ മേഖലയായിരുന്നു ഇന്നലെ ചർച്ചയ്ക്ക് വിധേയമായ ആതിഥ്യ മേഖല. 3 മണിക്കൂർ ദൈർഘ്യമുള്ള ഇന്നത്തെ ചർച്ചയിൽ 41 സീറ്റുകളുള്ള മധ്യ കേരളത്തെയും 39 സീറ്റുകളുള്ള തെക്കൻ കേരളത്തെയും വെവ്വേറെ കണ്ടുകൊണ്ടുള്ള ഫലപ്രഖ്യാപനമാണ് ഇന്ന് നടത്താൻ പോകുന്നത്. തുടർന്ന് സംസ്ഥാനത്തിൻ്റെ പൊതു രാഷ്ട്രീയ ചിത്രം അനാവരണം ചെയ്യപ്പെടും. ഇന്നലെ നമ്മോടൊപ്പം ചർച്ചയിൽ പങ്കെടുത്ത വിശിഷ്ട സ്റ്റുഡിയോയിലുണ്ട് CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം, മുൻ ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക്, KPCC ജനറൽ സെക്രട്ടറി മുതിർന്ന കോൺഗ്രസ് നേതാവ് ശ്രീ ശൂരനാട് രാജശേഖരൻ, BJP-യുടെ മുതിർന്ന നേതാവ് ശ്രീ MS കുമാർ, അതോടൊപ്പം തന്നെ സെഫോളജിസ്റ്റും രാഷ്ട്രീയ മീമാംസകനുമായ ഡോക്ടർ ലാലുണ്ട്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ അജിത് കുമാർ അല്പസമയത്തിനുള്ളിൽ നമ്മളൊപ്പം ചേരുന്നതാണ്. അതുപോലെ CES-ന്റെ ഈ പഠനത്തിൻ്റെ മുഖ്യ കോർഡിനേറ്റർമാരിൽ ഒരാളായിട്ടുള്ള ബിവീഷ്, അധ്യാപകൻ കൂടിയായ ബിവീഷ് നമ്മോടൊപ്പമുണ്ട്. മറ്റൊരു സ്റ്റുഡിയോയിൽ നിന്ന് സെഫോളജിസ്റ്റും രാഷ്ട്രീയ തന്ത്രജ്ഞനുമായ ഡോക്ടർ ജെ പ്രഭാഷും നമ്മോടൊപ്പം ഈ ചർച്ചയിൽ ചേരുന്നതാണ്. നമ്മൾ ഇന്നലെ എന്താണ് ചർച്ച ചെയ്തത്? ഒരുപക്ഷെ ഇന്നലെ ഈ പരിപാടി കണ്ടിട്ടില്ലാത്ത, അല്ലെങ്കിൽ വേണമെങ്കിൽ ഒന്ന് ഓർമ്മയിൽ നിന്ന് തെന്നിമാറിയ ആ പ്രേക്ഷകരെ ഉദ്ദേശിച്ചുകൊണ്ട് ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തത് മലബാർ മേഖലയെക്കുറിച്ചുള്ളതായിരുന്നു. എന്തായിരുന്നു നമ്മൾ പ്രഖ്യാപിച്ച അല്ലെങ്കിൽ പുറത്തുവിട്ട ഫലം? നമുക്കൊന്ന് അതിലേക്ക് എത്തിനോക്കിയ ശേഷം നമ്മൾ മധ്യകേരളത്തിലേക്ക് ഇന്നലെ നമ്മൾ പ്രഖ്യാപിച്ചത്, എനിക്ക് തോന്നുന്നു ഏറെക്കുറെ ഒരു വിയോജിപ്പിന്റെ മേഖല ഡോക്ടർ ഐസക് ശൂരനാടും ഏറെക്കുറെ യോജിച്ചതാണ്. ഇല്ല, യോജിച്ചതല്ലേ? യോജിച്ചതാണ്. ഓക്കെ. അതില് കുമാറിന് പോലും പരാതി ഉണ്ടായിരുന്നില്ല. ഞാൻ ഇവിടെ 2 എന്നുള്ള സ്ഥാനം വെച്ചപ്പോൾ കുമാറും ഇതായിരുന്നു എന്തായാലും നിങ്ങളുടെ സൗമനസ്യത്തിന് വളരെ നന്ദി. എന്താ കാരണം വെച്ചാൽ ഏറെക്കുറെ ഒരു യോജിപ്പിന്റെ ഒരു മേഖല നമുക്ക് കാണാൻ കഴിഞ്ഞു. അത് മാത്രമല്ല, ഈ ചർച്ച കഴിഞ്ഞ ശേഷം തിരിച്ച് KPCC ഓഫീസിൽ പോയ ശ്രീ ശൂരനാടിന് വീരോചിതമായിട്ടുള്ള വരവേൽപ്പാണ് ലഭിച്ചത്. അതായത് പല കാര്യങ്ങളിൽ അദ്ദേഹം നടത്തിയ ഇടപെടൽ വളരെ സ്വാഗതാർഹമാണെന്ന് KPCC പ്രസിഡന്റിനെ അറിയിച്ചില്ലേ? റിപ്പോർട്ട് ചെയ്യുന്ന പ്രസിഡന്റോടാണല്ലോ. ആണോ? കൃത്യമായി പറഞ്ഞു. അപ്പോൾ ഏറെക്കുറെ അവിടെ നിന്നുള്ള അപ്രൂവൽ കൂടി വാങ്ങിയ ശേഷമാണ് ശൂരനാട് വീണ്ടും 2ാം കാണ്ഡത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഇന്നലെ നമ്മൾ പ്രഖ്യാപിച്ച ഫല സൂചിക ഇതായിരുന്നു. 36-38 LDF 43.3% വോട്ട്, UDF 22-24 40.9, BJP-ക്ക് 2 സീറ്റ് വരെ പരമാവധി ലഭിക്കാം 9.3. പക്ഷേ 0 to 2 ആണ്. 2 മണ്ഡലങ്ങളാണ് ഞങ്ങളത് 0 ഡൗൺ ചെയ്തത്, മഞ്ചേശ്വരവും കാസർഗോഡും. പാലക്കാടിന് മുകളിൽ അധിക പ്രതീക്ഷ വേണ്ടതില്ലെന്നുള്ള ഒരു തിരിച്ചറിവ് കുമാറിന് പ്രദാനം ചെയ്യാൻ ചർച്ചയിലൂടെ ഞങ്ങൾ ശ്രമിക്കുകയും ചെയ്തു. ഡോക്ടർ ഐസക്, ഇന്ന് നമ്മൾ പരിഗണിക്കാൻ പോകുന്ന ഭൂപ്രദേശം മധ്യ കേരളം, സെൻട്രൽ കേരളം. ഇതാണ് സെൻട്രൽ കേരളം നമ്മൾ എടുക്കുന്ന ഒരു പ്രദേശം. തൃശ്ശൂർ, എറണാകുളം, ഇടുക്കി, കോട്ടയം. 2011 എങ്ങനെയായിരുന്നു ഈ ഭൂപ്രദേശം രാഷ്ട്രീയപരമായിട്ട് പ്രതികരിച്ചത്? ആകെ സീറ്റ് 41, ഇടതുപക്ഷം 15, UDF 26. എന്തുകൊണ്ടും UDF-ന് ഒരു മേൽക്കോയ്മയുള്ള ഒരു ഭൂപ്രദേശമാണ് ഈ മധ്യ കേരളമെന്ന് അസന്നിഗ്ധമായിട്ട് പറയാൻ പറ്റും. ഡോക്ടർ ഐസക്, ഒരു ആശങ്കയില്ല? തൃശ്ശൂർ ഒഴികെ. പക്ഷെ മൊത്തം സെൻട്രൽ കേരളം എടുത്തു കഴിഞ്ഞാൽ ചിത്രതാണ്. കുമാർ, താങ്കൾക്ക് എന്തെങ്കിലും അവകാശവാദത്തിന് മുകളിലുണ്ടോ? അവകാശവാദം ഇനിയില്ല. ഇത് കഴിഞ്ഞ തവണത്തത് യാഥാർത്ഥ്യമാണല്ലോ. അതെന്തായാലും ഡിസ്പ്യൂട്ട് ചെയ്യാൻ താങ്കൾക്ക് പറ്റില്ല. ഇനി അവിടെ BJP-യെ കാണുന്നില്ല എന്നുള്ള പരാതി എന്നോട് പറയരുത്. ഞാൻ അതങ്ങനെ കണ്ടിരുന്നില്ല. ഇനി ഞാൻ കാണിച്ചില്ലെങ്കിൽ മാത്രമേ താങ്കൾക്ക് പരാതി പറയേണ്ട കാര്യമുള്ളൂ. സഖ്യകക്ഷികളുണ്ട് ഞങ്ങൾക്ക്. എന്താണ്? സഖ്യകക്ഷികളുണ്ട്. BJP-യുടെ സഖ്യകക്ഷികൾ ആരെയാണ് താങ്കൾ ഉദ്ദേശിച്ചത്? കേരള കോൺഗ്രസ് ഉണ്ട്. ഏത് കേരള കോൺഗ്രസിന്റെ കാര്യമാണ്? PC തോമസ് നയിക്കുന്ന. അല്ല, ഇക്കാര്യം PC തോമസിന് അറിയാമോ? സിമ്പിൾ ചോദ്യമാണ്. എന്തായാലും നമ്മോടൊപ്പം പ്രഭാഷുണ്ട്. ക്വിക്കായിട്ട് മധ്യ കേരളത്തിന്റെ
പ്രസക്തിയെക്കുറിച്ച്, രാഷ്ട്രീയ സ്വഭാവത്തെക്കുറിച്ച് പ്രഭാഷ് എങ്ങനെയാണ് അതിനെ കാണുന്നത് മധ്യകേരളത്തിൽ? മധ്യകേരളത്തിൽ വരുമ്പോഴത്തേക്കും മതസാമുദായിക ഘടകങ്ങൾ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന ഒരു മേഖലയാണ്. ഇപ്പം ക്രൈസ്തവ സഭയായാലും ശരി തന്നെ, അതുപോലെ തന്നെ മറ്റ് സമുദായങ്ങളും ഇപ്പം ഈ BDJS-ന്റെ കാര്യം പറയുകയാണെങ്കിൽ, അപ്പോൾ അതിനൊക്കെ ഏറ്റവും കൂടുതലും അല്ലെങ്കിൽ ഒരു സ്വാധീനമുള്ള ഒരു ഏർപ്പാടാണ്. അതേസമയം ഇപ്പം നമ്മളിപ്പോൾ മതസാമുദായിക ശക്തികൾക്കാണ് സ്വാധീനമുള്ള ഒരു ഏരിയ എന്ന് പറയുമ്പോൾ പോലും ഈ വികസനം ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ടും, പ്രത്യേകിച്ചും ഈ കൊച്ചിൻ മേഖല അല്ലെങ്കിൽ അങ്ങനെ എറണാകുളം ആ ബെൽറ്റ് വരുമ്പോഴത്തേക്കും ആ വികസനത്തിൻ്റെ ഒരു പ്രശ്നവും ഗവൺമെൻറ്റിൻ്റെ ചെയ്തികൾ, ഗവൺമെൻറ് നടത്തിയിട്ടുള്ള കഴിഞ്ഞ 5 വർഷം നടത്തിയിട്ടുള്ള കാര്യങ്ങൾ വരുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഇതൊരു എനിക്ക് തോന്നുന്നു ഒരു 3 ഘടകങ്ങൾ ഉള്ള ഒരു മിക്സ് ആയിട്ടുള്ളൊരു സാധനമാണ്. ഡോക്ടർ ഐസക്, ഈ മേഖലയുടെ പ്രത്യേകത കോൺഗ്രസിന് വളക്കൂറുള്ള മണ്ണാണ്. 2 കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട സഖ്യകക്ഷിയായ കേരള കോൺഗ്രസിന്റെ പ്രഭാവം കോട്ടയം ഇടുക്കി ബെൽറ്റിൽ വളരെ ശക്തമാണ്. ഇന്നത്തെ രാഷ്ട്രീയത്തിൽ ആ പ്രഭാവം അതുപോലെ തുടരുമോ? അതിലെന്തെങ്കിലും ചാഞ്ചാട്ടമുണ്ടോ? ആ മുന്നണിയിൽ എന്തെങ്കിലും വിള്ളലുകൾ താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ, ആഗ്രഹിക്കുന്നുണ്ടോ? തൃശ്ശൂർ മാറ്റിയത് തൃശ്ശൂർ മാറ്റി. ഓക്കെ, 2 കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. ഒന്ന് റബ്ബറിന്റെ കാര്യത്തിൽ കേരള സർക്കാർ പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, അവരുടെ നിലപാടുകൾ തെറ്റാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. അതെങ്ങനെ സ്വാധീനിക്കാം എന്നുള്ളത് ഒരു ഓപ്പൺ ക്വസ്റ്റ്യനാണ്. 2, കസ്തൂരി രംഗൻ അത് വീണ്ടും തെരഞ്ഞെടുപ്പ് വിഷയമായിട്ട് ഇടുക്കിയിൽ വരുന്നുണ്ട്. അതും എങ്ങനെ സ്വിങ് ചെയ്യാം? ഈ 2 കാര്യങ്ങൾ നിശ്ചയമായിട്ടും ഇവിടെ വരും. റബ്ബർ, കസ്തൂരി രംഗൻ, ഇത് 2ആണ്. കേരള കോൺഗ്രസിന്റെ ആഭ്യന്തര ചലനങ്ങൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ മാധ്യമങ്ങൾ കുറച്ച് ഊന്നൽ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന മേഖല ഇന്നും അത് പ്രധാനപ്പെട്ട ഇന്ന് വന്നിരിക്കുന്നു. താങ്കൾക്ക് എന്തെങ്കിലും മനസ്സറിവുണ്ടോ അതിനകത്ത്? അല്ല, ഇത് പ്രതീക്ഷിച്ചിരുന്ന ഒരു ഭിന്നിപ്പാണ്. അതെങ്ങനെ ഈ 2 പേരും കൂടി UDF നിൽക്കുമോ, മുങ്ങണ കപ്പലിൽ തുടരുമോ, അല്ലെങ്കിൽ ഒരു വിഭാഗം പുറത്തേക്ക് വരുമോ, നമുക്ക് ഏതാനും ദിവസങ്ങളിൽ കാണാമല്ലോ. അത് വന്നു കഴിഞ്ഞാൽ 3ാമതൊരു ഘടകം കൂടി വരുന്നുണ്ട്. ഇവിടെ കോൺഗ്രസിന്റെ ഒരു ബലം, അടിസ്ഥാന ബലം പള്ളിയാണ്, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി. അപ്പൊ താങ്കൾ കേവല നിരീക്ഷകന്റെ ഒരു പദവിയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് ഒരു ചലനം സൃഷ്ടിക്കും. റബ്ബറിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ വോക്കലായിട്ടൊരു വോയിസ്, അവർ കേട്ട് പരിചയമുള്ളൊരു സ്വരം UDF-നെ വിമർശിക്കുമ്പോൾ നിശ്ചയമായിട്ട് ഒരു റിസപ്ഷൻ കൂടുതലുണ്ടാവും. ശൂരനാട്, ഈ ഒരു ബെൽറ്റ് താങ്കൾക്ക് വളക്കൂറുള്ള ഒരു ഭൂമികയാണ്. അത് തൃശ്ശൂർ ഒഴിച്ച്, തൃശ്ശൂർ നമ്മൾ വേറെ കാണണം, പക്ഷെ ഭൂമിശാസ്ത്രപരമായിട്ടത് മധ്യകേരളത്തിൽ വരുന്നതുകൊണ്ട് നമ്മൾ എടുത്തതേ ഉള്ളൂ. കേരള കോൺഗ്രസ് അസ്വസ്ഥരാണ് എല്ലാം കൊണ്ടും. മാണി അസ്വസ്ഥരാണ്, പല ആൾക്കാരും അസ്വസ്ഥരാണ്. എങ്ങനെ കാണുന്നു? ഞാൻ ഡോക്ടർ ഐസക് പറഞ്ഞിടത്ത് നിന്ന് തുടങ്ങാം. ഈ റബ്ബറും കസ്തൂരി രംഗൻ റിപ്പോർട്ടും തന്നെയാണ് ഈ പ്രാവശ്യവും കോൺഗ്രസ് അനുകൂലമായി കുറച്ചുകൂടി മെച്ചപ്പെട്ട റിസൾട്ട് അവിടെ വരാൻ പോകുന്നു. അനുകൂലമാണ്. കാരണം കേന്ദ്ര ഗവൺമെന്റ് ഇത്രയും നിഷേധാത്മകമായ നിലപാട് കേന്ദ്ര ഗവൺമെന്റ് എടുത്തിട്ട് പോലും കേരള ഗവൺമെന്റ് ഓരോ സ്റ്റെപ്പും നമ്മുടെ ഖജനാവിന്റെ മാക്സിമം തുക ഉപയോഗിച്ച് റബ്ബർ കർഷകരെ സഹായിക്കാൻ. ഒന്ന്, ഇപ്പൊ നിങ്ങൾ സമ്മതിക്കുന്നല്ലോ ഈ ഇറക്കുമതിയും കരാറുമാണ് കാരണമെന്ന്. അല്ല, ഞാൻ സമ്മതിക്കുന്നത് എങ്ങനെയാ? ഞങ്ങളുടെ കാലത്തെല്ലാം 240 രൂപ. ഇതിന്റെ ആഗോളവൽക്കരണം വന്നതിന് ശേഷവും 240 രൂപ റബ്ബർ. 2 കാര്യങ്ങള്. നിങ്ങൾ ഉണ്ടാക്കിയ കരാറ്, അതിന്റെ ഫലമായിട്ടാണ് ഇപ്പൊ ഈ തകർച്ച വന്നിരിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ സംസ്ഥാനം ഭരിക്കുന്നു, 300 കോടി കൊടുക്കുമെന്ന് പറഞ്ഞു. ഇതുവരെ 92 കോടിയല്ലേ കൊടുത്തിട്ടുള്ളൂ. 300 ഇടക്കെത്തിയപ്പോ 200 കൊടുത്തോ, 200 കോടി. അപ്പൊ 500 കോടി ഉണ്ടെന്ന് പറയുന്നത് കൊടുത്തിട്ടുള്ളൂ. കേന്ദ്ര ഗവൺമെന്റിന്റെ കൂടെ സഹായം കിട്ടിയെങ്കിലേ ഈ 300 കോടി കൊടുക്കുന്നതുകൊണ്ട് റബ്ബർ കർഷകന് പ്രയോജനം കിട്ടില്ല. അവരിന്ന് മാറുന്നു. കേന്ദ്രം കൂടി വരാത്തോടെ ഞങ്ങളും കൂടി കൊടുക്കുന്നില്ല. അങ്ങനെയാണ്. ഇതൊരു ഒരു ധനകാര്യമന്ത്രിയായിരുന്ന ആളല്ലേ അങ്ങ്. പിന്നെ 2 കൂടെ ചേർന്ന കേന്ദ്ര സംസ്ഥാന പദ്ധതിയുടെ ഒരു ഭാഗം കേരളം മാത്രം കൊടുത്താൽ മതി. ഷൂറിനാണ് ഇതിന്റെ ഒന്നും പ്രയോജനം കർഷകർക്ക് കിട്ടുന്നില്ല, കിട്ടാൻ പോകുന്നില്ല. ഇത് കിട്ടണമെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ, MS കുമാർ അത് പരിഗണിക്കണം. MS കുമാർ പരിഗണിക്കും. അതിനൊരു വ്യവസ്ഥയുണ്ട്, ഒരു നിബന്ധനയുണ്ട്. ആ നിബന്ധന അദ്ദേഹം അരമനയിൽ വെച്ചിട്ടുണ്ട്, മാണി സാറിന് മുമ്പിൽ വെച്ചിട്ടുണ്ട്.
ശ്രീ MS കുമാർ. അല്ല, അതിനു മുമ്പ് ഒരു കാര്യം, ഞാൻ നേരത്തെ PC തോമസ് നയിക്കുന്ന കേരള കോൺഗ്രസിന്റെ ഒരു വിജയപ്രതീക്ഷയെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മളെ എല്ലാവരും ചിരിച്ചു അതിന്റെ സ്വാഭാവികം. പക്ഷേ NDAയുടെ സ്ഥാനാർത്ഥിയായി അദ്ദേഹം പാർലമെന്റിൽ ജയിച്ചു എന്നുള്ള കാര്യം വിസ്മരിക്കരുത്. 2 മുന്നണി സ്ഥാനാർത്ഥികളെയും പരാജയപ്പെടുത്തിക്കൊണ്ട്. അന്ന് അന്നത്തെ നമ്മുടെ ചാർട്ട് പരിശോധിച്ചാൽ BJPക്ക് അന്തക്കാലമൊന്നുമല്ല, അതൊക്കെ ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും കേരള കോൺഗ്രസിന്റെ സ്വാധീനം ചില മേഖലകളിൽ ഉണ്ടെങ്കിൽ അത് ഇദ്ദേഹം നയിക്കുന്ന കേരള കോൺഗ്രസിനും കാണും. ബാധമുണ്ടോ അതോ പറയുന്നത് PC തോമസ് ഇപ്പോഴും പഴയ പോലെ രാജബമ്പാലയാണെന്നാണ് കുമാർ പറയുന്നത് അല്ലേ? അല്ല, എന്റെ ചോദ്യം ബാധവമാണോ സമ്മതമാണോ? ഏതാ വേണ്ടത്? അതൊക്കെ ചർച്ച ഇപ്പൊ പുറത്തു പറയാറായിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ശിവനാട് പറഞ്ഞല്ലോ, കേന്ദ്ര സർക്കാരിന്റെ സഹായമില്ലാത്തതുകൊണ്ടാണ് റബ്ബറിന്റെ വില ഇങ്ങനെ നിൽക്കുന്നത്. 2 വർഷത്തിന് മുമ്പ് കേന്ദ്ര സർക്കാർ എത്രമാത്രം സഹായം കൊടുത്തു ബാധവമാണോ സമ്മതമാണോ? ഒരു സെക്കൻഡ് എന്റെ കുമാർ, ഒരു സെക്കൻഡ്. അതായത് കുമാർ, ഈ സ്റ്റാച്യുവിന്റെ മുമ്പിൽ ഒരുപാട് ടിയർ ഗ്യാസ് ഷെല്ലുകൾ പൊട്ടിയിരുന്നു പാവപ്പെട്ട യുവമോർച്ചക്കാര്. ആ ഷെല്ലുകളൊക്കെ ഒന്ന് മാറ്റുന്നതിന് മുമ്പ് തന്നെ BJP പറഞ്ഞിരിക്കുന്നു മാണിയുടെ അൺടച്ചബിലിറ്റി ഇല്ല. ഇപ്പൊ എന്താ പൊസിഷൻ? സത്യം ഞങ്ങൾക്ക് ആരുമായും അൺടച്ചബിൾ രാഷ്ട്രീയത്തിൽ അത് പാടില്ല. മാണി നിങ്ങളുടെ സഖ്യകക്ഷിയാകാം. മാണിയെന്നല്ല, കേരളത്തിൽ BJPയുടെ നയങ്ങൾ അംഗീകരിക്കുന്ന ആർക്കും ഞങ്ങളുടെ സഖ്യകക്ഷിയാകാം. അംഗീകരിക്കുന്ന അങ്ങനെയാണല്ലോ. കുമാറിനല്ലോ നമ്മൾ എത്ര ആളായിട്ടുള്ള സുഹൃത്തുക്കള്. വേറൊന്ന്, കസ്തൂരി രംഗൻ റിപ്പോർട്ടല്ല, ശരിക്കും ഗാർഗിൾ റിപ്പോർട്ട് നടപ്പാക്കണം എന്നുള്ള അഭിപ്രായക്കാരാണ് BJP. അപ്പോ കസ്തൂരി രംഗൻ റിപ്പോർട്ടിനെ ബേസ് ചെയ്ത് എന്തെങ്കിലും ഒരു ചേരിതിരിവ് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ജനങ്ങളുടെ മനസ്സിൽ ഉണ്ടാകുമെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യാൻ പോകുന്നതും ഭാരതീയ ജനതാ പാർട്ടിക്കാണ്. കാരണം മറ്റു 2 പേര് ഏറെക്കുറെ ഒരു അഭിപ്രായക്കാരാണ്. ഓക്കെ, അതായത് അജിത്തെ വളരെ വ്യക്തമായി MS കുമാറിന്റെ ലക്ഷ്യം ഒന്ന് PC തോമസിനുള്ള കേരള കോൺഗ്രസിന്റെ ഒരു ചെറിയ കഷ്ണമുണ്ട്. MS കുമാർ പറഞ്ഞതുപോലെ പണ്ട് മൂവാറ്റുപുഴയിൽ നിന്ന് ലോകസഭയിൽ എത്തിയ ഒരു പാരമ്പര്യവും പശ്ചാത്തലവും PC തോമസിനുള്ളത് കൊണ്ട് തന്നെ ആ പഴയ രാജവമ്പാര തന്നെയാണ് ഇപ്പോഴും PC തോമസ്. വിഷത്തിനൊന്നും ഒരു കുറവ് വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. BJDS ഉണ്ട്, അത് ഞാൻ പറയാം. ഈ മധ്യ കേരളത്തിലെ കേരള കോൺഗ്രസിലെ ചലനം ഡോക്ടർ ഐസക് ഒരു നിരീക്ഷകന്റെ പാഠത്തിൽ പറഞ്ഞു, കേരള കോൺഗ്രസിലെ ചലനങ്ങൾ അദ്ദേഹം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞു? നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ചലനങ്ങൾ ഇത് ശൂരനാടിന് ഗുണകരമാണോ, ഡോക്ടർ ഐസക്കിന് ഗുണകരമാണോ, കുമാറിന് സാർ ആരാന്ന വിചാരം? മാണി സാർ ജോസഫ് എങ്ങനെയാണെന്നുള്ളതാണ് ഇപ്പൊ എത്ര വലിയ ആളായാലും ഇപ്പൊ പുറത്തല്ലേ. അജിത്തെ ഒരു FIR ചെയ്തപ്പോൾ എല്ലാവർക്കും മനസ്സിലായി. അജിത്ത് എങ്ങനെ കാണുന്നതിന്? അതായത് ഈ പറഞ്ഞ കേരള കോൺഗ്രസ് ഇത് ഒരു എന്തെങ്കിലും രക്ഷപ്പെടാനുള്ള മാർഗം ഉണ്ടെങ്കിൽ അവർ LDF പോകും. ഒരു സംശയമില്ല. രക്ഷപ്പെടാനുള്ള മാർഗം ഉണ്ടെങ്കിൽ LDF പോകും, BJP പോകും. ഇപ്പോ മാണി സാർ ചെയ്യാൻ പോകുന്ന ഒരു പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ, ഇപ്പോ LDF പോകാൻ പറ്റത്തില്ലെങ്കിൽ അവർ BJP പോകും. കാരണം മന്ത്രി ആകാനുള്ള സാധ്യതയാണ് മാണി സാർ നോക്കുന്നത്. ഒരു സംശയം വേണ്ട. അതായത് മാണി സാറിന് പിന്നെ കേന്ദ്രമന്ത്രിയാകാനുള്ള സാധ്യതയാണ് മാണി സാർ നോക്കുന്നത്. ഡോക്ടർ ലാൽ, താങ്കൾ ഒരുപാട് ഈ രാഷ്ട്രീയ നിരീക്ഷിക്കുന്ന ഒരാളാണ്. കേരള കോൺഗ്രസ് ചലനത്തെ കുറിച്ച് എന്താണ് താങ്കളുടെ ഒരു കമന്റ്? കേരള കോൺഗ്രസ് ഇപ്പോൾ ഈ സർവേ ഫലങ്ങൾ കാണുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് അതിനകത്ത് പതിവ് പോലെയുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇത് ഈ സർവേ നടന്ന ഒരു കാലഘട്ടമായിട്ട് നോക്കുമ്പോഴത്തേക്കും ആ സമയത്തെ ഒരു അഴിമതി പ്രശ്നങ്ങൾ, ബാർക്കോഴ, KM മാണിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഇതൊക്കെ ഈ സർവേയിൽ റിഫ്ലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത് സർക്കാരിന്റെ മേൽ ജനങ്ങൾ കാണുന്നുണ്ട് എന്നുള്ളത് സർവേയിലൂടെ വ്യക്തമാണ്. ഇത് എന്തായാലും രാഷ്ട്രീയ പാർട്ടികൾ നിരീക്ഷിക്കും. അവർ അവരുടെ നയങ്ങളെ KPCC പോലെ ചർച്ച ചെയ്തിട്ടുണ്ടാകുന്നതാണല്ലോ തുടക്കത്തിൽ ഇവിടെ പറഞ്ഞത്. CPM ചർച്ച ചെയ്തിട്ടുണ്ടാകും, BJP ചർച്ച ചെയ്തു, ശ്രീ MS കുമാർ അത് പറഞ്ഞു. CS കോർഡിനേറ്റർ ഡോക്ടർ ഐസക് പറഞ്ഞ 2-3 കാര്യം. ഒന്ന് കസ്തൂരി രംഗൻ, അതുപോലെ റബ്ബർ, അതുപോലെ തന്നെ വേറൊരു പ്രശ്നം താങ്കൾ പറഞ്ഞത് ഈ 2 പ്രശ്നങ്ങളാണ്. ഈ 2 പ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസിന്റെ ആഭ്യന്തര പ്രശ്നങ്ങൾ, ഈ 3 പ്രശ്നങ്ങൾ താങ്കളുടെ സർവേയിൽ എവിടെയെങ്കിലും പ്രകടമായി വന്നിട്ടുണ്ടോ? കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ സെന്റർ ഫോർ ഇലക്ട്രൽ സ്റ്റഡീസ് വരാൻ പോകുന്ന
അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്ക് നടത്തപ്പെട്ട ഈ സർവേയിൽ 93 ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഒരു സർവേ സംഘടിപ്പിച്ചത്. ഈ സർവേയിൽ കേരളത്തിന്റെ സമകാലിക രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളെയും വിശദമായി ചർച്ചയിൽ ചോദ്യാവലിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള എല്ലാ വ്യക്തമായ ധാരണയും സർവേയിലുണ്ട്. അതെ, അതായത് റബ്ബർ ഉൾപ്പെടെയുള്ള കാർഷിക മേഖലയുടെ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സർവേ ആയതുകൊണ്ട് തന്നെ അതേക്കുറിച്ച് ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നുള്ള ഒരു കാര്യം, കഴിഞ്ഞ പ്രാവശ്യത്തെ സർവേ നിങ്ങൾ പരാജയപ്പെട്ടു. അജിത്ത് അങ്ങോട്ട് വരാം, നമുക്ക് തിരിച്ചു വരാം. അതായത് നമ്മളൊക്കെ ഒരു ചെറിയൊരു ബ്രേക്കിലേക്ക് നമ്മൾ പോകേണ്ട സമയമായിട്ടുണ്ട്. CS-ന്റെ സർവേയിൽ ഉന്നയിക്കപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, ഇന്നലെ നമ്മൾ പല ചോദ്യങ്ങളിലേക്ക് പോയി. ഇന്ന് നമ്മൾ പ്രവേശിക്കുന്ന ഏതാനും ചോദ്യങ്ങൾ ഇതാണ്. 1, വികസന മേഖലയിൽ മികവാർക്ക്. ഇത് വികസനം എന്നുള്ള ഒരു സംജ എടുത്തിട്ടുള്ള ഒരു ചോദ്യമായി. എങ്ങനെയാണ് ബിബീഷ് ഈ ചോദ്യം ഉന്നയിച്ചത്? ഇതില് LDF 34.1, UDF 45.1. ശിവനാട് ഒന്ന് കൈവെക്ക്. ശിവനാട് ചോദ്യം വായിക്കട്ടെ. ചോദ്യം വായിക്കട്ടെ. തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിനെക്കുറിച്ചുള്ള ഒരു ചർച്ച ചോദ്യം അതായത് ചില പ്രധാനപ്പെട്ട വിഷയങ്ങളെ എടുത്തിട്ട് ആ വിഷയത്തിൽ LDF, UDF, BJP എന്നിവയുടെ പ്രവർത്തനത്തിൽ ഈ വിഷയത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ അവയെ കൈകാര്യം ചെയ്യുന്നതിൽ ഏത് പാർട്ടി അല്ലെങ്കിൽ ഏത് മുന്നണിയാണ് മുന്നിൽ നിൽക്കുന്നത് എന്നുള്ള ചോദ്യമാണ് ഞങ്ങൾ ചോദിച്ചത്. ആ ചോദ്യത്തിൽ വികസന മേഖലയിൽ പ്രത്യേകിച്ച് കഴിഞ്ഞ 4 വർഷക്കാലമായി സംസ്ഥാനത്ത് വികസനം കൊണ്ടുവരുന്നതിൽ ഏത് പാർട്ടി അല്ലെങ്കിൽ ഏത് മുന്നണിയാണ് മുന്നിൽ നിൽക്കുന്നുള്ള ചോദ്യമാണ് ഞങ്ങൾ ഈ സർവേയിൽ ചോദിച്ചത്. 4 വർഷത്തിൽ വികസനം കൊണ്ടുവന്നു. 4 വർഷക്കാലത്ത് ചോദ്യം അങ്ങനെ തന്നെയാണോ? അത് തീർച്ചയായും അതുപോലെ വായിക്കാമോ? ആ ചോദ്യം വായിക്കും വ്യക്തമായിട്ട്. അതായത് ഞങ്ങൾ ചോദിച്ചത് താങ്കളുടെ അഭിപ്രായത്തിൽ ഇനി പറയുന്ന വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ LDF, UDF, BJP എന്നിവയുടെ പ്രവർത്തനം അല്ലെങ്കിൽ എന്നിവയിൽ ആരുടെ പ്രവർത്തനമാണ് മികച്ചത് എന്നാണ് താങ്കൾ തോന്നുന്നത്. അതിലാണ് വികസന മേഖലയിൽ മികവാർക്കാണ്. ഡോക്ടർ ഐസക്, ഇതില് LDF പിന്നിൽ നിൽക്കുന്നു. ഒരു പക്ഷേ LDF പ്രതിപക്ഷമായതുകൊണ്ടാണോ അതെയോ? സ്വാഭാവികമായിട്ട് ചോദ്യം ഇങ്ങനെ ഫ്രെയിം ചെയ്ത് കഴിഞ്ഞാല് പ്രതിപക്ഷത്തിരിക്കുന്ന LDF-ന് ഈ പറയുന്ന പല മേഖലകളിലും ക്രിയേറ്റീവായിട്ട് ഇടപെടുന്നതിന് പരിമിതിയുണ്ട്. പ്രതിപക്ഷത്താണ്. ഒരു അഡ്വാൻറ്റേജ് UDF-നുണ്ട്. ആ ചോദ്യത്തിൽ നിന്ന് ഇൻഹറന്റ് ആയിട്ടൊരു UDF-ന് അനുകൂലമായിട്ട് പ്രതികരണം വരാം. 4 വർഷമായി എന്ത് വികസനം നടക്കുന്നു എന്ന് ചോദിച്ചാൽ അത് ഉത്തരം പറയേണ്ടത് UDF മാത്രമാണല്ലോ. BJP എന്താ പറയേണ്ട? 4 വർഷമായിട്ട് കേരളത്തിൽ എന്ത് വികസനത്തിൽ BJP-ക്ക് റോൾ? അതെന്താ കാരണം 7% ഉറച്ച BJP-ക്കാരെ അങ്ങനെയല്ലേ കാണുന്നത്. വികസന മേഖലയിൽ മികവാർക്കെന്നുള്ള ചോദ്യമാണ്. ഇക്കണ്ട കാലം അത്ര 4 കാലമൊന്നുമില്ല. 4 വർഷമാണ് MLA ഫണ്ട് ഉപയോഗിച്ചുള്ള വികസനം അല്ലാതെ അവർക്ക് എന്ത് വികസനം ഉള്ളത്? ഇത്തരം ചോദ്യങ്ങൾ സാധാരണ സർവേയിൽ വരുന്നത് ഇപ്പൊ വികസന മേഖലയിൽ മികവ് ആർക്ക് എന്നൊരു ചോദ്യം വരാൻ സാധ്യതയുള്ളത്. ഇത് മുൻപും 2014 2001 തൊട്ടൊക്കെ ചോദിക്കുന്ന അതെ. ഇത് ഇവിടെ ഒരു പറച്ചിലുണ്ട് കേരളത്തിൽ. LDF വികസനത്തിന് പിന്നോട്ടാണ്, UDF ആണ് വികസന കാര്യങ്ങളെല്ലാം കൊണ്ടുവരുന്നത് ഒരു പറച്ചിലുണ്ട്. ഇതിൽ ഇപ്പോൾ എങ്ങനെ നിൽക്കുന്നു എന്നാണ് ഇതിന്റെ കണക്ക് ശരിക്കും നമ്മൾ വിലയിരുത്തണമെങ്കിൽ ഓരോ പ്രാവശ്യവും എങ്ങനെയാണ് ജനങ്ങൾ പറഞ്ഞത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതായത് ഓരോ മുന്നണിയെയും വികസന വിരോധികള്, വികസന പക്ഷക്കാര്, തീവ്ര വികസനക്കാര്, അങ്ങനെയുള്ള പല പല സംജകളിൽ നിങ്ങൾ മാധ്യമക്കാര് ഒതുക്കാറുണ്ട് അല്ലെങ്കിൽ അതിൽ വെക്കാറുണ്ട്. LDF വികസന വിരോധികളാണെന്നൊരു ധാരണ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഡോക്ടർ ഐസക്, LDF-ന് ഒരു വികസന വിരോധ ടാഗ് ചില മാധ്യമങ്ങൾ, അജിത്ത് ഉൾപ്പെടെയുള്ള ആൾക്കാർ ചാർത്തി. അജിത്ത് കൃത്യമായി ചാർത്തി കൊടുത്തല്ലേ? ഒരു സംശയം ഇവരിങ്ങനെ ചാർത്താറുണ്ട്. ഇവരുടെ പരിപാടി ഏതാണ്? ചാർത്താറുണ്ട്. ചാർത്തുകയാണ് ഇവരുടെ പരിപാടി. എന്നാൽ വളരെ കൃത്യമായിട്ട് UDF-ന് വ്യത്യസ്തമായിട്ട് എന്താണ് വേണ്ടത്, എന്തിനാണ് മുൻഗണന എന്ന് കഴിഞ്ഞൊരു 15 വർഷമായിട്ട് തുടർച്ചയായി ചർച്ച ചെയ്ത് അടിസ്ഥാനത്തിൽ നിലപാട് സ്വീകരിക്കുന്നതാണ് LDF. പക്ഷെ ഇപ്പോ ഇങ്ങനെ അഭിപ്രായം ഉണ്ടെങ്കിൽ അതിനർത്ഥം ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ നിലപാട് കുറച്ചുകൂടി നല്ല രീതിയിൽ ജനങ്ങളോട് പറയേണ്ടതുണ്ട്. കുമാർ, ഒരു സെക്കൻഡ്. ഒരു പക്ഷേ ഈ പറഞ്ഞ ചില പദ്ധതികളുടെ മുകളിൽ ഉമ്മൻചാണ്ടിയും UDF-ഉം അഴിച്ചുവിടുന്ന ഒരു വലിയൊരു പ്രചരണം, ആ പ്രചരണം ഒരു വിഭാഗം വോട്ടർമാരെയെങ്കിലും, ഇപ്പൊ അജിത്തിനെ പോലുള്ളൊരു മാധ്യമപ്രവർത്തകർ, അജിത്തിനെ നമ്മൾ ഏതെങ്കിലും ഒരു പക്ഷത്ത് നമുക്ക് തളച്ചു നിർത്താൻ പറ്റുന്ന ഒരു മാധ്യമപ്രവർത്തനമല്ല. പക്ഷേ അജിത്ത് പോലും ചിന്തിക്കുന്നു ഒരു വികസനത്തോട് വേണ്ടത്ര ഒരു പക്ഷപാതിത്വം LDF പുലർത്തുന്നില്ല, UDF പുലർത്തുന്നത് പോലെ.
എന്നൊരു തോന്നല് ഒരുപക്ഷെ മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടോ? അതാണോ ഒരുപക്ഷെ ശൂരനാടിന് അനുകൂലമായിട്ട് ഈ സൂചകം വരാൻ കാരണം? ശൂരനാടിന് അനുകൂലമായി വന്നു എന്നൊന്നും ഞാൻ കരുതുന്നില്ല. കഴിഞ്ഞ 4 വർഷമായി സംസ്ഥാനം ഭരിക്കുന്ന ഒരു സർക്കാരിനും വികസന കാര്യത്തിൽ 45% പേരെ ഈ സർവേയിൽ പോലും അനുകൂലിച്ചിട്ടുള്ളൂ. അതുപോലല്ലോ 4 വർഷം എന്ത് വികസനവും രാജ്യത്ത് നടത്താൻ അധികാരപ്പെട്ടവരാണത്. കമ്പയർ ചെയ്യുമ്പോൾ അങ്ങനെ അല്ല എന്നാണ് അങ്ങനെ ആയിരുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇപ്പോൾ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്, മാർക്സിസ്റ്റ് പാർട്ടി നേതൃത്വം നൽകി LDF ഭരിച്ച പശ്ചിമ ബംഗാൾ പോലുള്ള സംസ്ഥാനങ്ങളുണ്ട്. ആ സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ വികസനം ആ സംസ്ഥാനങ്ങളെ എവിടെ എത്തിച്ചു, വികസനത്തിന്റെ കാര്യത്തിൽ ആ സംസ്ഥാനങ്ങൾ എവിടെ നിൽക്കുന്നു, അങ്ങനെ ഒരു പഠനമാണ് ശരിക്കും പറഞ്ഞാൽ ആരോഗ്യകരമായി നടത്തേണ്ടിയിരുന്നത്. കുമാർ ഒരു സെക്കൻഡ്, ഇത് CDSലെ അധ്യാപകർക്ക് വേണ്ടിയിട്ടുള്ള സർവേ അല്ല, ഇത് സാധാരണക്കാരായിട്ടുള്ള റാൻഡം സർവേ. ഓട്ടോറിക്ഷക്കാര്, കല്ലുവെട്ട് തൊഴിലാളി, അവർ തൊഴിലാളി, അവരോട് പശ്ചിമ ബംഗാളിലും മധ്യപ്രദേശിലും പോയി പഠിച്ചിട്ട് വരാൻ പറയാൻ പറ്റും? അതെന്താ ഈ കുറിയെ പറ്റി മാത്രം പറയല്ലോ? ഡോക്ടർ ഐസക്, സാധ്യമാണോ? കുമാറിന്റെ ആഗ്രഹം നമ്മൾ അംഗീകരിച്ചു കൊടുക്കാം, പക്ഷെ അത് പറ്റുമോ ഒരു സമയം? അപ്പൊ ഞങ്ങള് പറയും അല്ല ഗുജറാത്തിൽ ഇങ്ങനെയാണ്, കേരളത്തിൽ എത്രയോ മെച്ചമാണ് പറയും. അപ്പൊ എന്തിനാ തർക്കത്തിലേക്കൊക്കെ പോണേ? കരുത്ത് എനിക്ക് പറയണ്ടേ, നിങ്ങളെല്ലാം പറഞ്ഞു പിരിഞ്ഞല്ലോ. എന്താ പറഞ്ഞില്ല? ഞാൻ പറഞ്ഞില്ല, അയ്യോ എന്നെ മറന്നുപോയി. അപ്പോ അതിൽ വന്ന ഒരു ചെറിയ പ്രശ്നം ഈ അടുത്ത കാലത്ത് ഞാൻ പരത്തി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ സ്മാർട്ട് സിറ്റിയുടെ ഉദ്ഘാടന ദിവസം ഞാൻ പറഞ്ഞില്ല, സ്മാർട്ട് സിറ്റിയുടെ ഉദ്ഘാടനം ഇവിടെ വേറെ എവിടെ പറഞ്ഞു? ഉദ്ഘാടന ദിവസം 2 സംഭവങ്ങൾ കേരളത്തിലെ ജനങ്ങൾ TV കാണുകയാണ്. 1 ലക്ഷം പേർക്ക് ഈ വർഷം തൊഴിൽ കൊടുക്കാൻ കഴിയുന്ന സ്ഥലത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നടത്തുന്നു. ഞാൻ അങ്ങോട്ട് പറഞ്ഞില്ല, 1 ലക്ഷം സ്ക്വയർ ഫീറ്റ് ഞാൻ പറഞ്ഞു തീരട്ടെ. അതിന്റെ പുറത്ത് രാജീവ് അവരുടെ സെക്രട്ടറി, പാർട്ടി സെക്രട്ടറി സമരം നടത്തുന്നു. ഇതേ ഒരു സംഭവമുണ്ട്. സാക്ഷാത് കെ കരുണാകരൻ അന്തർദേശീയ വിമാനത്താവളം അവിടെ തുറന്നപ്പോ എന്റെ മൃതദേഹത്തിലൂടെ ഈ വിമാനവും ശരി, ഓക്കെ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞത് മുൻ സർവേകളെ കുറിച്ചാണ്. അപ്പോഴും തന്നെ ഈ UDFന്റെ കാര്യത്തിൽ മുമ്പ് ഒരു 60%, 60ന് പുറത്തേക്കെങ്കിലും ഈ വികസന കാര്യത്തിൽ സ്റ്റാറ്റിസ്റ്റിക്സ് കാണിക്കാറുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇപ്പോൾ 45.1 വന്നിരിക്കുന്നു, ചുരുങ്ങിയിരിക്കുന്നു. അത് മാത്രമല്ല, ഈ 7% BJP ഇവിടെ കേരളം ഭരിച്ചിട്ടില്ല. അങ്ങനെ ഒരു 7% BJPക്ക് പോകുന്നത് എന്തുകൊണ്ടാണ്, അത് എവിടെ നിന്നാണ് വരുന്നത്, അതും നമ്മൾ നോക്കേണ്ടതാണ്. ഓക്കെ, വ്യക്തമായി. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. നമ്മളിവിടെ കിടക്കുന്നു. ഇത് തൊഴിൽ മേഖല, തൊഴിലില്ലായ്മ നിയന്ത്രണ മികവ്. LDF 37.8%, UDF 36.6%, BJP അവിടെ 7.6 കിടപ്പുണ്ട്. അത് വേറെ ഒന്നും കൊണ്ടല്ല, കുമാറിനോടുള്ള ഒരു സ്ഥായിയായിട്ടുള്ള സ്നേഹം കൊണ്ട് ആ വിഭാഗക്കാർ അവിടെ അറിഞ്ഞു കുത്തുന്നുണ്ട്. പ്രതികരിക്കാത്തവർ 18%. അതായത് നമ്മുടെ അജിത് കുമാറിന്റെയും ലാലിന്റെയും കാറ്റഗറി പ്രതികരിക്കാൻ തയ്യാറല്ല. അവർക്ക് സൗകര്യം ഉണ്ടെങ്കിൽ പ്രതികരിക്കാത്ത ഈ സർവേയില് അവർ പ്രതികരിച്ചിട്ടില്ല. ഇതിനോട് ഒരിക്കലും നമുക്ക് യോജിക്കാൻ പറ്റത്തില്ല. ഇതിനോട് യോജിക്കാൻ പറ്റില്ല. തൊഴിലില്ലായ്മ നിയന്ത്രണ മികവിൽ ഈ കാണുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് അർത്ഥശൂന്യമാണ്. ഇവിടെ ആൾക്കാരുടെ എണ്ണം ഇല്ല. 4 വർഷക്കാലത്തിൽ 1,57,000 പുതിയ തസ്തികൾ നിശ്ചയിച്ച് PSC തന്നെ ജോലി കൊടുത്തു. ഡോക്ടർ ഐസക്, ഒന്ന്. രണ്ടാമത്, ഈ ടെക്നോ പാർക്ക് അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക്, തിരുവനന്തപുരം അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് വന്ന ടെക്നോക്രാറ്റുകളുടെ എണ്ണം കേരളത്തിൽ വ്യക്തമായി ഒരുപാട്. ഡോക്ടർ ഐസക്, ഇതിനോടുള്ള പ്രതികരണം. ഇപ്പോഴത്തെ ജനപ്രതിനിധി നേടുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ PSC ലിസ്റ്റിലുണ്ടായിട്ട് നിയമനം നടക്കുന്നില്ല. നിങ്ങൾ ഒരു നിയമിക്കുന്നുണ്ടാവാം, നിയമനം നടക്കുന്നില്ല, ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. എങ്ങനെയെങ്കിലും ഒഴിവെന്ന് റിപ്പോർട്ട് ചെയ്യിക്കുമെന്ന് പറഞ്ഞ് എത്ര സംഘങ്ങളെ വരണമെന്ന് അറിയാവുണ്ടാവും. ഇപ്പൊ നിങ്ങൾ ഭരിക്കുമ്പോൾ നിങ്ങളെ കുറിച്ച് ആ പെർസെപ്ഷൻ അതിനെ റിഫ്ലക്ട് ചെയ്യുന്നതാണ്. തസ്തികകൾ ഈ ഗവൺമെന്റ് അനുവദിച്ചത് സർവകാല റെക്കോർഡാണ്. പക്ഷേ ഒരു സെക്കൻഡ് ഞാൻ പറയട്ടെ. അതായത് ജനങ്ങളുടെ പെർസെപ്ഷൻ പ്രകാരം ഇവിടെ തൊഴിലുണ്ടാക്കുന്ന കാര്യത്തിൽ നിങ്ങൾ പരാജയപ്പെട്ടു. ഈ തൊഴിൽ ഉദ്ദേശിക്കുന്ന 4-3 ഗവൺമെന്റ് ജോലി മാത്രമല്ല, അവർക്ക് ജോലി ഇല്ല. ഞാൻ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. കുമാർ എന്തായാലും തൊഴിലുണ്ടാക്കുന്ന കാര്യത്തിൽ 7 തന്നെ നിൽക്കില്ല. ഞങ്ങൾക്ക് ഇപ്പൊ ഈ സർവേയുടെ പിൻബലമൊന്നും വേണ്ട. BJP സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നുള്ളത് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം, കേരളത്തിലെ ജനങ്ങൾക്കും അറിയാം. അതുകൊണ്ട് ഇപ്പൊ ഈ ഒരു സർവേ ഞാൻ ചോദിക്കട്ടെ, BJPയുടെ വലിയ കാര്യം പറയണ്ട. ഞാൻ പറഞ്ഞു കാരണം ഇവിടെ പറഞ്ഞു തരട്ടെ.
ഇവിടെ ഇപ്പൊ നമ്മുടെ ചായക്കടകളിലും തട്ടുകടകളിൽ പോലും ഗുജറാത്തിൽ നിന്നും രാജസ്ഥാനിൽ നിന്നും അല്ല പണിക്കാർ വന്നിരിക്കുന്നത്, എല്ലാം ബംഗാളിൽ നിന്ന് വന്നിരിക്കുന്നത്. പശ്ചിമ ബംഗാളിൽ 26 വർഷക്കാലത്തെ ഭരണം കൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി കൈവരിച്ച നേട്ടങ്ങളുടെ പ്രതിഫലനമാണ്. നടത്തുന്ന ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് മാത്രമല്ല ആസാം, ഒറീസ, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ ഇവിടുന്ന് എല്ലാം ഉണ്ട്. തമിഴ്നാട് ഇതെല്ലാം വരുന്ന സ്ഥലങ്ങളാണ്. അത് മാത്രമല്ല മധ്യപ്രദേശിന്റെ ട്രൈബൽ ബെൽറ്റ് നിന്ന് ആൾക്കാർ ഇഷ്ടംപടി വരുന്നുണ്ട്, ഛത്തീസ്ഗഡിൽ നിന്ന് വരുന്നുണ്ട്. കുമാർ മാത്രമല്ല, കുമാർ മനസ്സിലാക്കേണ്ട കാര്യം ഗുജറാത്തിൽ നിന്നുണ്ട്. അതായത് ഇത് ആൾക്കാരെ പറഞ്ഞ് നമ്മളെല്ലാം വിചാരിക്കുന്നത് ബംഗാളികളാണെന്നാണ്. ഇപ്പൊ ഡൽഹിയിലുള്ള ജോലിക്കാരില് ഈ ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്നത് യു.പി. നിന്നും ബീഹാറിൽ നിന്നാണ്. യു പി ഭരിച്ചത് ബി.ജെ.പിയും, ബീഹാർ ഭരിച്ച് ബി.ജെ.പി ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ ഉള്ളത് ബീഹാറിൽ നിന്നും യു.പി. നിന്നാണ്. കുമാർ അതിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ബി.ജെ.പി ചെയ്ത ഏറ്റവും വലിയ ചതി കുമാർ ഒരു ഡെസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള പാവങ്ങളായ ഈ കുട്ടികളെ, പെൺകുട്ടികളെ, വലിയ അബ്യൂസ്ഡ് ആയിട്ടുള്ള കുട്ടികളെ റിഹാബിലിറ്റി ചെയ്യുന്ന സംവിധാനങ്ങളുണ്ട് കേരള ഗവൺമെന്റ്. അത് മൊത്തം കേന്ദ്ര ഗവൺമെന്റ് നശിപ്പിച്ചു, മുടക്കി. ഡോക്ടർ ഐസക്, അതായത് ഉള്ള സൗകര്യങ്ങൾ പോലും കുമാർ മുടക്കിയതാണ് അത് പറയുന്നത്. ശരിയേ, നമ്മൾ അടുത്ത പോയിന്റിലേക്ക് പോവാണ്. ബിബീഷ്, നമ്മൾ താങ്കൾ ഉന്നയിച്ച വേറൊരു പോയിന്റിലേക്ക് പോവാണ്. വിദ്യാഭ്യാസ മികവ് കൊണ്ടുവരുന്ന മുന്നണി. ഇതൊക്കെ ഒരുപക്ഷെ പ്രധാനപ്പെട്ട സൂചകങ്ങളാണ്, ശ്രദ്ധിക്കണം. ബിബീഷ്, എങ്ങനെയാണ് ഈ ചോദ്യം താങ്കൾ ഫ്രെയിം ചെയ്തത്? ഈ ഒരു ചോദ്യത്തിന്റെ പ്രത്യേകത ഇതൊരിക്കലും ഒരു മണ്ഡലം ബേസ് ചോദ്യമായിരുന്നില്ല, മറിച്ച് ഒരു ജനറൽ ചോദ്യമായിരുന്നു. സംസ്ഥാനത്ത് വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്തുന്നതിൽ ഏത് മുന്നണി അല്ലെങ്കിൽ പാർട്ടിയാണ് മുൻപിൽ നിൽക്കുന്നത് എന്നാണ് ഈ ചോദ്യം ഞങ്ങൾ ചോദിച്ചത്. അതിനോടുള്ള പ്രതികരണമാണ് ജനങ്ങളുടെ ഇത് കാണിക്കുന്നത്. ശൂരനാട്, ഈ വിദ്യാഭ്യാസ മേഖലയിൽ അബ്ദുറബിന്റെ പരിഷ്കാരങ്ങൾ, പാഠപുസ്തകങ്ങൾ തുടങ്ങി ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അതിന്റെ ഒരു റിഫ്ലക്ഷൻ ഈ ഒരു പ്രതികരണത്തിൽ ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. പക്ഷെ ആ ഹെഡിങ് വിദ്യാഭ്യാസ മികവ് കൊണ്ടുവരുന്ന മുന്നണി എന്ന് പറഞ്ഞാൽ എക്സലൻസ്. AK തുടങ്ങിയ വിദ്യാഭ്യാസ വിപ്ലവം, എഞ്ചിനീയറിംഗ് കോളേജുകൾ, മെഡിക്കൽ കോളേജുകൾ, അത് തുടർന്നു കൊണ്ടുപോകാൻ തള്ളി പറഞ്ഞു. അല്ല, പറഞ്ഞു എനിക്ക് പറ്റിയൊരു പിഴവാണെന്ന് പറഞ്ഞു. ഈ പ്രാവശ്യം മാത്രം വെച്ച് പറയുകയാണെങ്കിൽ എന്താണ് ഇതിന്റെ പിന്നിലെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കുന്നതിന് ഒരുപാട് ജനകീയ ഇടപെടൽ നടക്കുന്നുണ്ട്. അതായത് താഴെത്തട്ടിൽ ലെഫ്റ്റാണ് ഇടപെടുന്നത്. പഞ്ചായത്തിന് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പുതിയ അതിന്റെ ആ ഇടപെടലിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് ജനങ്ങൾ. അവരിപ്പോ കാണുന്നതുകൊണ്ട് ഞാൻ ചോദിക്കുക, 34% വോട്ട് എങ്ങനെയാണ് ഈ സർക്കാരിന് കിട്ടുന്നത്? 10ാം ക്ലാസ് പാസ്സാകുന്ന കുട്ടികൾക്ക് മലയാളത്തിൽ പോലും അവരുടെ പേരെഴുതാൻ അറിയുന്നില്ലെന്നാണ് ഏറ്റവും അടുത്ത സർവേയിൽ കണ്ടത്. കേരളം ഒരു കാലത്ത് വിദ്യാഭ്യാസ മേഖലയിൽ 1ാം സ്ഥാനത്ത് നിന്ന സംസ്ഥാനമാണ്. പക്ഷെ ഒരു കാര്യം, പേരെഴുതാൻ അറിയില്ലെങ്കിൽ A ഗ്രേഡ് കിട്ടും. അത് പള്ളിക്കൂടത്തിന് പോയാൽ മതി, അത് കൊടുക്കും. അതിനെ പള്ളിക്കൂടത്തിന്റെ മുന്നേ കൂടെ പോയാൽ മതി.